പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്. ഹംബലി ഇമാമ് പറയുന്നത്, അള്ളാഹുവെ, ഖുറൈശികളെ നീ നേർവഴിയിലാക്കണമേ, കാരണം അവരിലെ ഒരു പണ്ഡിതൻ ഈ ഭൂമി അറിവ് കൊണ്ട് നിറക്കും. ഹംബലി ഇമാമ് പറയുന്നത് ഇത് ഷാഫി ഇമാമിനെ കുറിച്ച് പറയുന്നതാണ് എന്നാണ്. ഷാഫി ഇമാമിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു മഹത്വം, ഷാഫി ഇമാമ് മറ്റ് പ്രധാനപ്പെട്ട 2 ഇമാമീങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് മാലിക് ഇമാമിൻ്റെ ശിഷ്യനാണ്, അതേസമയം ഹംബലി ഇമാമിൻ്റെ ഉസ്താദും ആണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കണ്ണി പോലെയാണ് ഷാഫി ഇമാമ്. ഷാഫി ഇമാമ് നമുക്കറിയാവുന്നത് പോലെ ഒരു ഖുറൈശിയാണ്, പരിശുദ്ധ പ്രവാചകൻ്റെ കുടുംബക്കാരനാണ്. റസൂലിൻ്റെ പിതാവ് അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. ആ അബ്ദു മനാഫിൻ്റെ മറ്റൊരു മകനാണ് മുത്തലിബ്. ആ പരമ്പരയിലാണ് ഷാഫി ഇമാമ് ജനിച്ചിട്ടുള്ളത്. ഷാഫി ഇമാമിൻ്റെ വല്ലിപ്പ ഒരു സ്വഹാബിയാണ്. അവരുടെ വാപ്പയും ഒരു സ്വഹാബിയാണ്. അവർ ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്, ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട്. ഇവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാഫി ഇമാമിൻ്റെ വല്ലിപ്പ ഷാഫി ഇബ്ന് സാഹിബ്. ഈ ഷാഫി എന്നുള്ള പേര് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ഷാഫി കുടുംബം എന്നർത്ഥം. ഇമാമിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് ഇബ്ന് ഇദ്രീസ് എന്നാണ്. മുഹമ്മദ് ഇബ്ന് ഇദ്രീസ് ഷാഫി. ഈ ഷാഫി എന്ന് പറയുന്നത് ഷാഫി ഇമാമിൻ്റെ വല്ലിപ്പയാണ്. റസൂലിനെ ഹാഷിമി എന്ന് പറയുന്നത് പോലെ ആ ഒരു കുടുംബം പറയുന്നതാണ് ഷാഫി. ഷാഫി ഇമാമ് ജനിക്കുന്നത് AD 767 ഹിജ്റ വർഷം 150. ഇതേ വർഷത്തിലാണ് ഇമാം അബൂ ഹനീഫ വഫാത്താകുന്നത്. ഇത് ഒരേ ദിവസത്തിലാണ് എന്നും പറയുന്നുണ്ട്. അതായത് ഹനഫി ഇമാമ് വഫാത്തായ അതേ ദിവസത്തിലാണ് ഷാഫി ഇമാമ് ജനിച്ചത് എന്നാണ്. ഷാഫി ഇമാമ് ജനിക്കുന്നത് ഫലസ്തീനിലെ ഗസയിലാണ്, റസൂലിൻ്റെ വല്ലിപ്പാട സ്ഥലം. ഷാഫി ഇമാമിൻ്റെ പിതാവ് ഇമാമിന് 2-3 വയസ്സുള്ള ആ ഒരു സമയത്ത് തന്നെ മരിച്ച് പോകുന്നുണ്ട്. അതിനുശേഷം ഷാഫി ഇമാമിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻതി അബ്ദില്ല ഇമാമിനെയും കൊണ്ട് നേരെ മക്കയിലേക്ക് വരികയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഷാഫി ഇമാമിൻ്റെ ഉമ്മ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹദിയാണെന്ന് പറയുന്നുണ്ട്. അലി ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പരമ്പരയിൽപ്പെട്ട മഹദിയാണ് എന്ന് പറയുന്നുണ്ട്. ഷാഫി ഇമാമ് പിന്നീട് പഠിക്കുന്നതും വളരുന്നതും ഒക്കെ മക്കയിലാണ്. ഇമാമിന് ഏതാണ്ട് ഒരു 6 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഇമാമിൻ്റെ ഉസ്താദുമാരുടെ വരെ തെറ്റുകൾ തിരുത്തി കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു സാമർഥ്യം ആയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 7 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കുന്നുണ്ട്. അക്കാലത്ത് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് മാലിക് ഇമാമിൻ്റെ മുവത്ത ആണ്. ഇമാമിന് 10 വയസ്സാകുമ്പോഴേക്ക് മുവത്ത അതിൻ്റെ പരമ്പരയടക്കം ഇമാമ് മനഃപ്പാടമാക്കുന്നുണ്ട്. ഏതാണ്ട് 15 വയസ്സാകുമ്പോഴേക്ക് അറബി ഭാഷയിൽ അതിൻ്റെ ഗ്രാമർ, പോയട്രി എല്ലാം പഠിച്ചതിൽ വിദഗ്ധനായി മാറുന്നുണ്ട്. ഇമാം അക്കാലത്ത് ഹറമിലെ മുഫ്തിയുടെ വലങ്കൈയാണ്. ഹറമിൽ അന്നത്തെ ആ മുഫ്തി 15ാമത്തെ വയസ്സിൽ ഷാഫി ഇമാമിന് ഫത്വ കൊടുക്കാനുള്ള ഒരു ഇജാസത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 15ാമത്തെ വയസ്സിൽ ഇമാമ് ഒരു മുഫ്തി എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇമാമ് തൻ്റെ 13ാമത്തെ വയസ്സിലോ മറ്റോ മാലിക് ഇമാമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാലിക് ഇമാം ഉണ്ടായിരുന്നത് മദീനയിലാണ്. പിന്നീട് മാലിക് ഇമാമിൻ്റെ വഫാത്ത് വരെ ഷാഫി ഇമാമ് കൂടെ തന്നെയുണ്ട്. അതിനിടയ്ക്ക് കുറേ കാലം തിരിച്ച് മക്കയിൽ പോയി നിൽക്കും. അങ്ങനെയാണ്. ഷാഫി ഇമാമിൻ്റെ വളർച്ചയിൽ ഇമാമിൻ്റെ ഉമ്മാക്ക് വലിയ പങ്കുണ്ട്. ഇവർ തീരെ പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്. പക്ഷേ ആ ഒരു ഇല്ലായ്മയിലും ഇമാമിന് പഠിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ പല വിധത്തിലായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇമാമിൻ്റെ ഉമ്മ. ഇമാമിൻ്റെ ഉമ്മ പറയുമായിരുന്നു, നീ ഇൽമിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നീ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം. അതായത് പണത്തിൻ്റെ കാര്യം അത് നീ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുമായിരുന്നു എന്നാണ്. ഈ മാലിക് ഇമാമിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വിടുന്നതും ഇമാമിൻ്റെ ഉമ്മ ഇടപെട്ടിട്ടാണ്. ഈ മാലിക് ഇമാമിൻ്റെ അടുത്ത് നിന്നൊരിക്കൽ ഇമാമ് ഉമ്മാനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നു, നേരെ പോയി കതകിൽ തട്ടി, വാതിലിൽ തട്ടി. ഉമ്മ അകത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു, നീ ഇമാം മാലിക്കിൻ്റെ അടുത്ത് നിന്ന് എന്താണ് പഠിച്ചത്, നിനക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചു. ഇമാം മാലിക്കിൻ്റെ അടുത്ത് നിന്ന് നിനക്ക് എന്താണ് കിട്ടിയത്, നീ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. ഇമാം തിരിച്ച് മറുപടി പറഞ്ഞു, ഞാൻ ഇൽമും അദബും പഠിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇൽമും അദബും പഠിച്ചു എന്ന് പറഞ്ഞു. ഇമാമിൻ്റെ ഉമ്മ പറഞ്ഞു, നീ ഒന്നും പഠിച്ചിട്ടില്ല, നീ തിരിച്ചു പോ എന്നും പറഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുത്തില്ല എന്നാണ്.
ഇമാം അങ്ങനെ തിരിച്ച് മാലിക് ഇമാമിൻ്റെ അടുത്ത് പോയി ഈ സംഭവം പറഞ്ഞു. ഞാൻ ഉമ്മയുടെ അടുത്ത് ചെന്നു, വാതിലിൽ തട്ടി. ഉമ്മ വിളിച്ചു ചോദിച്ചു, മാലിക് ഇമാമിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് എന്താണ് ലഭിച്ചത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇൽമും അദബും കിട്ടി എന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മ എന്നെ മടക്കി അയച്ചു. നിനക്കൊന്നും കിട്ടിയിട്ടില്ല, നീ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു. മാലിക് ഇമാമ് പറഞ്ഞു, നീ തിരിച്ചു പോ, എന്നിട്ട് ഇനി ചോദിക്കുമ്പോൾ ഉമ്മയുടെ അടുത്ത് നീ ഇൽമും അദബും എന്നുള്ളത് മാറ്റിയിട്ട് അദബും ഇൽമും പഠിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞു. അതായത് അദബ് ആദ്യം എടുത്ത് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഉമ്മയുടെ അടുത്തേക്ക് തന്നെ പോയി വീണ്ടും തട്ടി ഉമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ ഇമാമ് പറഞ്ഞു, ഞാൻ അദബും ഇൽമും പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ വാതിൽ തുറന്ന് ഇമാമിനെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ്. അദബിന് ഇൽമിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്വഭാവശുദ്ധിക്ക് അറിവിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രസിദ്ധി നേടിയ ആ ഒരു സമയത്ത് പോലും, വലിയ പണ്ഡിതനായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പോലും ഇമാം സംസാരിക്കുമ്പോൾ ഉമ്മയെ എടുത്ത് പറയാറുണ്ടായിരുന്നു എന്നാണ്. ഉമ്മ ഇങ്ങനെ പറഞ്ഞു, ഉമ്മ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉമ്മയെക്കുറിച്ച് എപ്പോഴും എടുത്ത് പറയാറുണ്ടായിരുന്നു എന്നാണ്. ഈ മാലിക് ഇമാമും ഷാഫി ഇമാമും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഷാഫി ഇമാമ് അറബി സാഹിത്യത്തിലും ഭാഷയിലും ഒക്കെ ആഴത്തിൽ അറിവുള്ള ഒരു വ്യക്തിയാണ്. മാസ്മരികമായിട്ട് അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വ്യക്തിയാണ്. മാലിക് ഇമാമിന് ഷാഫി ഇമാമിൻ്റെ ആ ഒരു പാരായണ ശൈലിയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിനെ കൊണ്ട് മാലിക് ഇമാമ് തൻ്റെ മുഅത്ത അതിങ്ങനെ പാരായണം ചെയ്യിപ്പിക്കുമായിരുന്നു എന്നാണ്. മാലിക് ഇമാമ് അതിങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. വയസ്സിൻ്റെ വലിയൊരു അന്തരം ഉണ്ടായിരുന്നിട്ട് പോലും ഇവർ തമ്മിൽ തർക്കിക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. ഇവർ തമ്മിൽ ഏതാണ്ട് ഒരു 50-55 വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഉണ്ട്. ഈ മാലിക് ഇമാമിനെ അറിയാലോ, ഈ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. 90-ാമത്തെ വയസ്സിലോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. ഇവർ ഈ വഴിയിലൊക്കെ പോയിരുന്നിട്ട് ഈ യാത്ര ചെയ്തു പോകുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കി പറയുമായിരുന്നു എന്നാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കി പറയുമായിരുന്നു എന്നാണ്. അത്തരത്തിലുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു, ആ ഒരു ഇൻറ്റ്യൂഷൻ, ഫിറാസ എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നത്. ഒരു പ്രവചനം പോലെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഇത് വലിയ രീതിയിൽ തന്നെ ആസ്വദിച്ചിരുന്നു. ഇവർ രണ്ടുപേരും ഒരാളെ കാണുമ്പോൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും. അത്തരത്തിൽ ഇവർ പറഞ്ഞ് മത്സരിക്കുമായിരുന്നു. അങ്ങനെ ഒരാൾ ഇതുപോലെ കടന്നു പോയപ്പോൾ മാലിക് ഇമാം അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അയാളൊരു ആട്ടിടയനാണ്, ആടിനെ മേക്കുന്ന ഒരു വ്യക്തിയാണ്, ആട്ടിടയനാണ് എന്ന് പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു, അല്ല, അയാളൊരു മരപ്പണിക്കാരനാണ് എന്ന് പറഞ്ഞു. മരപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഒരാളെക്കുറിച്ച് തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാലിക് ഇമാം പറഞ്ഞു, അല്ല, അയാൾ ആട്ടിടയൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ തർക്കിച്ചു. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഈ ആളുടെ പിന്നാലെ പുറകെ പോയിട്ട് അയാളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊരു മരപ്പണിക്കാരനാണ് എന്ന് പറഞ്ഞു. ഇയാൾ ചോദിച്ചു, നിങ്ങൾ മരപ്പണിക്കാരൻ തന്നെ ആണോ? അയാൾ പറഞ്ഞു, അതെ, ഞാൻ മുമ്പൊരു ആട്ടിടയനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനൊരു മരപ്പണിക്കാരനാണ് എന്ന് പറഞ്ഞു. അത്തരത്തിൽ ആളുകളെ കണ്ട് അവരെക്കുറിച്ച് പറയാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്നാണ് ഫിറാസ. ഇനി ഫിഖഹിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരാൾ വന്നിട്ട് ഇമാം മാലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അബദ്ധത്തിൽ എൻ്റെ ഭാര്യയെ തൊലാക്ക് ചെയ്തു, ഡിവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു. മാലിക് ഇമാം ചോദിച്ചു, നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, നീ പൂർണ്ണ ചന്ദ്രനേക്കാൾ സുന്ദരിയല്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്നേഹത്തോടെ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ സംഭവിച്ചു പോയതാണ്. നീ പൂർണ്ണ ചന്ദ്രനേക്കാൾ സുന്ദരിയല്ലെങ്കിൽ നിന്നെ ഞാൻ തൊലാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, ചന്ദ്രൻ റബ്ബിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഒക്കെ ചന്ദ്രനെ പ്രശംസിക്കുകയും ചന്ദ്രനെ തൊട്ട് സത്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റബ്ബിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. മാലിക് ഇമാം പറഞ്ഞു, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ തൊലാക്ക് അത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വലിയ സങ്കടമായി. ഷാഫി ഇമാം ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാൾ അവിടെ നിന്ന് പോയപ്പോൾ ഷാഫി ഇമാം പിന്നാലെ പോയിട്ട് ആളെ പിടിച്ചു നിർത്തി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ തൊലാക്ക് അത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, അതെങ്ങനെ എന്ന് ചോദിച്ചു. ഷാഫി ഇമാം പറഞ്ഞു, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തക്വീം, ഏറ്റവും മികവുറ്റ ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഭാര്യ ചന്ദ്രനേക്കാൾ സുന്ദരിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. ഇയാൾക്കത് വലിയ സമാധാനമായി, സന്തോഷമായി, അയാളങ്ങനെ പോയി.
പിന്നീട് ഈ ഒരു സംഭവം മാലിക് ഇമാം അറിഞ്ഞപ്പോൾ ഷാഫി ഇമാമിനെ പ്രശംസിക്കുകയും ഈ ഒരു സംഗതി ശരി വെക്കുകയും ചെയ്തു എന്നാണ്. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാലിക് ഇമാമിൻ്റെ വഫാത്ത് വരെ ഷാഫി ഇമാം കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഷാഫി ഇമാമിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നാണ്. വളരെ ഭംഗിയായിട്ട് ഖുർആൻ പാരായണം നടത്തിയിരുന്നു. ദീർഘമായി നമസ്കരിച്ച രാത്രി നമസ്കാരം ദീർഘമായി ചെയ്തിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അദ്ദേഹം പതിവായിട്ട് ഖത്തമുൽ ഖുർആൻ ചെയ്യുമായിരുന്നു. ഖുർആൻ പൂർണ്ണമായി ഓതി പൂർത്തിയാക്കുമായിരുന്നു. അത് റമളാൻ മാസത്തിൽ 2 തവണ ഓതി പൂർത്തിയാക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം പറയുന്നുണ്ട്, അദ്ദേഹം ഒരിക്കലും തർക്കിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് മതപരമായ കാര്യങ്ങളായിരുന്നാൽ പോലും തർക്കിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒച്ചത്തിൽ സംസാരിച്ചിരുന്ന വ്യക്തിയല്ല, ശബ്ദമുയർത്തി സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഈ അനാവശ്യ വിമർശനങ്ങൾക്ക് മറുപടി പറയാനൊന്നും അദ്ദേഹം പോകാറുണ്ടായിരുന്നില്ല. അക്കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ഇമാമിങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് ഇമാമിങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ വിട്ടിട്ട് ഷാഫി ഇമാമിൻ്റെ കൂടെ കൂടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഷാഫി ഇമാമിന് ഒരുപാട് ശത്രുക്കളും അസൂയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. വിജ്ഞാനത്തിനെക്കുറിച്ച് തർക്കിക്കുന്നത് അത് വിജ്ഞാനത്തെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ഷാഫി ഇമാമിൻ്റെ കാഴ്ചപ്പാട്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹം ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായിട്ട് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മറ്റൊരു പണ്ഡിതനെക്കുറിച്ച് അയാൾ കള്ളനാണ്, കദ്ദാബാണെന്ന് പറഞ്ഞു, അയാൾ കള്ളം പറയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഇത് ഷാഫി ഇമാമിന് വല്ലാതെ വിഷമായി, വല്ലാതെ അസ്വസ്ഥനായി. അദ്ദേഹം പറഞ്ഞു, ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് അറിവില്ല എന്നോ തെറ്റ് സംഭവിച്ചു എന്നോ പറയാം, അല്ലാതെ കള്ളം പറയുന്നു എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു, എൻ്റെ അറിവ് ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവിടെ എവിടെയും എൻ്റെ പേര് പ്രചരിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരിക്കലൊരു സദസ്സിൽ, ഒരു മജ്ലിസിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഇമാം ഷാഫി ഇമാം നിങ്ങളാണോ എന്ന് ചോദിച്ചു. ഷാഫി ഇമാം പറഞ്ഞു, അതെ ഞാനാണത് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങളൊരു ഫാസിക്കും ഒരു ഫാജിറും ആണ് എന്ന് പറഞ്ഞു. കടുത്ത വാക്കുകളാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, ഫാജിർ പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവൻ, നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ. കനപ്പെട്ട വാക്കുകളാണ്. പറഞ്ഞു, നിങ്ങളൊരു ഫാസിക്കും ഒരു ഫാജിറും ആണ്. ഇമാമ് പറഞ്ഞു, അല്ലാഹുവേ, ഇയാൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ എന്നോട് നീ പുറത്തു തരണമേ, എന്നോട് നീ കരുണ ചെയ്യണമേ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. അതല്ല, ഇയാൾ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ, ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇയാളോട് നീ പൊറുക്കണമേ, ഇയാളോട് നീ കരുണ ചെയ്യണമേ, ഇയാളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. തന്നെ വിമർശിച്ചിരുന്നവരോട് ഇമാമ് പ്രതികരിച്ചിരുന്ന ഒരു രീതി ഇത്തരത്തിലായിരുന്നു. ഷാഫി ഇമാമിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. രസകരമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. ഒരുപാട് തമാശകളും ചിരികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇമാമ് പല കാര്യങ്ങളും തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു എന്നാണ്. ചിരി ഒഴിവായിട്ടുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇത് ഊന്നിപ്പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിന് മുൻപ് അല്ലെങ്കിൽ അതേ കാലത്ത് തന്നെ ആളുകൾ കണ്ട ഒരു ഇമാമാണ് ഇമാം മാലിക്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രീതികൾ കുറച്ച് സ്ട്രിക്റ്റാണ്. അവിടെ ഈ പറഞ്ഞ തമാശക്കളികളൊന്നും നടക്കില്ല. പക്ഷേ ഷാഫി ഇമാമിൻ്റെ മജ്ലിസുകൾ വളരെ രസകരമായിരുന്നു എന്നാണ്. വളരെ സൗമ്യമായിട്ടും അദബോടും കൂടി ഇമാമ് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ തമാശ നിറഞ്ഞ ക്ലാസ്സുകളായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഈ ശൈത്താനെ റബ്ബ് തീയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, അങ്ങനെ തീയിൽ നിന്ന് സൃഷ്ടിച്ച ശൈത്താനെ റബ്ബ് തീ കൊണ്ട് എങ്ങനെ ശിക്ഷിക്കും എന്ന് ചോദിച്ചു. ഇമാമ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പള്ളിയുടെ പുറത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ചെളി മണ്ണ് വാരി എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാളുടെ മേലേക്ക് എറിഞ്ഞു. ഇയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇമാമ് ചോദിച്ചു, നിനക്കെന്താ, വേദനിച്ചോ എന്ന് ചോദിച്ചു. ചെളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നിൻ്റെ മേൽക്ക് കുറച്ച് ചെളി വാരി എറിഞ്ഞാൽ നിനക്കത് വേദനിക്കുമോ എന്ന് ചോദിക്കുകയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി ചോദിക്കരുത് എന്ന് പറയുകയും ചെയ്തു. റബ്ബിന് ശൈത്താനെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശിക്ഷിച്ചു കൊള്ളും എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഹംബലി ഇമാം ഷാഫി ഇമാമിനെ കുറിച്ച് പറയുന്നുണ്ട്. മാലിക് ഇമാമിൻ്റെ മുഅത്ത 17ഓളം പണ്ഡിതന്മാരുടെ അടുത്ത് പോയി ഞാൻ പഠിച്ചിട്ടുണ്ട്.
പക്ഷേ ഷാഫി ഇമാമിൻ്റെ അടുത്ത് പോയി പഠിച്ചപ്പോഴാണ് മാലിക് ഇമാമിൻ്റെ മുവത്ത യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും എനിക്ക് തൃപ്തി ആവുകയും ചെയ്തത് എന്നാണ്. മുവത്ത മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് ഷാഫി ഇമാമിൻ്റെ അടുത്ത് പോയി പഠിച്ചപ്പോഴാണ് എന്നാണ്. ഷാഫി ഇമാം അറിവിന് വേണ്ടി ഒരുപാട് യാത്ര ചെയ്ത് പോകുന്നുണ്ട്. മക്കയിലേക്ക് വന്നതിന് ശേഷം മാലിക് ഇമാമിനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് പോകുന്നുണ്ട്, പിന്നീട് യമനിലേക്ക്, പിന്നീട് ബാഗ്ദാദിലേക്ക്, പിന്നീട് തൻ്റെ 49 വയസ്സിൽ ബാഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവാണ്. അവിടെ അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയിൽ വെച്ച് അദ്ദേഹം അധ്യാപനം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈജിപ്തിൽ. ഇവിടെ വെച്ചാണ് ഷാഫി ഇമാം നഫീസത്ത് ബീവിയെ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. നഫീസത്തുൽ മിസ്രിയ. നഫീസത്ത് ബീവി ആ കാലത്ത് ഈജിപ്തിൽ വളരെ പ്രസിദ്ധയാണ്. ഷാഫി ഇമാം നഫീസത്ത് ബീവിയുടെ ദർസ് കേൾക്കാനും ഹദീസ് പഠിക്കാനും ഒക്കെ ആയിട്ട് പല ആവർത്തി അവിടെ പോയിട്ടുണ്ട്. നഫീസത്ത് ബീവി അറിയാലോ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയാണ്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ മകളാണ്. അഹ്ലുൽ ബൈത്താണ്, സയ്യിദാണ്. അവർക്ക് ആ സമയത്തൊരു മജ്ലിസ് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് ഷാഫി ഇമാം പോകാറുണ്ടായിരുന്നു. ഷാഫി ഇമാം 100-ലധികം അല്ലെങ്കിൽ 100ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട് പറയുന്നുണ്ട്. അക്കാലത്ത് പ്രസിദ്ധരായിട്ടുണ്ടായിരുന്ന മിക്കവാറും മദ്ഹബി ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പ് കാണിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മാലിക് ഇമാമുമായിട്ടും അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇഖ്തിലാഫ് മാലിക്. അത് അന്നുണ്ടായിരുന്ന തീവ്ര മാലിക്കുകൾക്ക് അത്ര രസിച്ചിട്ടില്ല. അവർ ഷാഫി ഇമാമുമായിട്ട് പള്ളിയിൽ വെച്ച് സംവാദത്തിൽ ഏർപ്പെടുകയും ഈ ഒരു സംവാദത്തിന് ശേഷം ഷാഫി ഇമാം പള്ളിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഷാഫി ഇമാമിനെ കയറി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാഫി ഇമാമിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ ഷാഫി ഇമാം ബോധരഹിതനായി പോകുന്നുണ്ട്. ഇതൊരു തവണയല്ല, 2 തവണ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. 2ാം തവണ ഇത് പക്ഷേ കുറച്ചും കൂടെ ക്രൂരമായി പോകുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം മാലിക് ഇമാമിൻ്റെ അനുയായികളുടെ ഈ ക്രൂരമർദ്ദനമാണ് ഷാഫി ഇമാമിൻ്റെ മരണകാരണമായി പോയത് എന്നാണ്. അങ്ങനെ തൻ്റെ 54-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അങ്ങനെ ഹിജ്റ വർഷം 204, ക്രിസ്തു വർഷം 820 ഒരു വെള്ളിയാഴ്ച ദിവസം, റജബ് 25-നാണെന്ന് പറയുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ച ദിവസം തൻ്റെ 54-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ വഫാത്താവുകയാണ് കെയ്റോയിൽ വെച്ചിട്ട്. 54-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അങ്ങനെ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം ജീവിച്ച ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ്. 54 വയസ്സ്. അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നഫീസത്ത് ബീവിയുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ്. അവിടെ വെച്ച് നഫീസത്ത് ബീവി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് അദ്ദേഹത്തെ കെയ്റോയിൽ തന്നെ കബറടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഷാഫി ഇമാം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഊന്നുവടി ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരു സമയത്ത് പോലും ഈ വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ആളുകൾ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്തിനാണ് നിങ്ങളൊരു വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ ലോകത്ത് കേവലം യാത്രക്കാർ മാത്രമാണ്, അത് ഓർക്കാനും ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ